കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഇഗ്നു ഫോക്കസ് 6.0 ഇഗ്നു മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് BA PSH അതേപോലെ തന്നെ BAFPS ഇതിന് കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് BPSC 101 എന്ന് പറയുന്ന പേപ്പർ. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ PYQയുടെ അനാലിസിസ് സെക്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. BPSC 101 എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന പേപ്പറാണ്. ഈ ഒരു പേപ്പറിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ PYQയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് സെക്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ലേൺവൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലൂടെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PYQയുടെ ഒരു സെക്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. BPSC 101 എന്ന് പറയുന്നതിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കാണ് അസൈൻമെന്റ്സ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ നമ്മൾ ഹൈ എൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ, അതിന്റെ പ്രഡിക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ്സുകൾ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ ട്രൂത്ത് റൈറ്റിംഗ് കിറ്റ്, അതേപോലെ തന്നെ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ റിവിഷനിലൂടെ നമുക്ക് വളരെ കാം ആയിട്ട് ഫോക്കസ്ഡ് കൂടിയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് പാനിക് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്നത് പോലെ പഠിക്കാം എന്നുള്ളത് നോക്കാം. സോ ഹൗ ടു യൂസ് ദിസ് ഡെക്ക്, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ പാർട്ട് 1 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ SLMസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരു ടോപ്പ് 60+ മാർക്ക് വേണമെങ്കിൽ നമ്മൾ സിലബസിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പാർട്ട് 2 എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിസ്റ്റ് അപ്രോച്ച് ആണ്. അതായത് നമുക്ക് ഒരു 45 മുതൽ 55 വരെ മാർക്കൊക്കെ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഹൈ എൽഡിങ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഈ പറയുന്ന പോലെ ഹൈ എൽഡിങ് ടോപ്പിക്സുകളായിട്ട് വരുന്ന യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 11 ഇതുപോലുള്ള യൂണിറ്റ്സുകൾ നോക്കിയാൽ മതി. അതേപോലെ തന്നെ യൂണിറ്റ് 9 മുതൽ അതേപോലെ തന്നെ 10 അത് മോസ്റ്റ്ലി ലൈക്ലി വരുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. പാർട്ട് 3 എന്ന് പറയുന്ന ലാസ്റ്റ് മിനിറ്റ് ആണ്. അതായത് 30+6 ഒരു പാസിംഗ് മാർക്ക് ഒക്കെ നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി. സോ എക്സാമിനേഷൻ പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിങ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എക്സാമിനേഷൻ വരുന്നത് 100 മാർക്സിനാണ്. ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 3 hours ആണ്. യൂഷ്വലി 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെക്ഷൻ 1, സെക്ഷൻ 2 ആയിട്ട് 2 സെക്ഷൻസ് ആയിട്ടാണ് ഉള്ളത്. അതിനകത്ത് 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെക്ഷൻ 1 എന്ന് പറയുന്ന കോർ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് ക്യാരി ചെയ്ത് വരുന്ന സെക്ഷൻ ആണ്. അതൊരു 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാൻ. അതിന്റെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ടോപ്പിക്സുകൾ പൊളിറ്റിക്കൽ തിയറി, സ്റ്റേറ്റ്, ഡെമോക്രസി, പാർട്ടിസിപ്പേഷൻ ഇതുപോലുള്ള ടോപ്പിക്സുകൾ. സെക്ഷൻ 2 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ 200 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, തിങ്കേഴ്സ്, അതിന്റെ പെയ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് സെക്ഷൻ 2 വരുന്നത്. ഇനി എക്സാമിനേഷൻ പേപ്പറിന്റെ ബ്ലൂ പ്രിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തിങ്കർ ആണെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള തിങ്കർ പെസിഫിക് നോട്ട്സുകൾ 12% അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഫൗണ്ടേഷൻ ആണെങ്കിൽ ബ്ലോക്ക് 1 18% അത് വരുന്നുണ്ട്. ഡെമോക്രസി ആൻഡ് പാർട്ടിസിപ്പേഷൻ ബ്ലോക്ക് 3 32% അത് വരുന്നുണ്ട്. ഐഡിയോളജീസ് ബ്ലോക്ക് 2 38% അതും വരുന്നുണ്ട്. ഇനി ഹൈ എൽഡിങ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് നോക്കാം. അതിന്റെ യൂണിറ്റ് ബൈ ഫ്രീക്വൻസി കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിനകത്ത് 3 ടയർ സിസ്റ്റംസ് ആയിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആണെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആണ് എക്സാമിന് പാസ് ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മീഡിയം എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് മീഡിയം എൽഡിങ് ടോപ്പിക്സിനകത്ത് വരുന്നത്. ലോ എൽഡിങ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് ലോ എൽഡിങ് ടോപ്പിക്സിന് വേണ്ടത്. ഒരു 50%ഓളം നമ്മുടെ ടൈം എന്ന് പറയുന്നത് ഹൈ എൽഡിങ്
എൽഡിങ് ടോപ്പിക്സിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ 30% നിങ്ങൾ ഈ പറയുന്ന മീഡിയം എൽഡിങ് ടോപ്പിക്സിനും ഒരു 20% നിങ്ങൾ ലോ എൽഡിങ് ടോപ്പിക്സിനുമായിട്ട് കൊടുക്കുക. സോ ബ്ലോക്ക് യൂണിറ്റ് ടൈറ്റിൽ ഫ്രീക്വൻസി ആൻഡ് ടയർ സിസ്റ്റത്തിനകത്ത് ഏത് വരുന്നതെന്നുള്ളത് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി ദ ടു അപ്രോച്ചസ് നോർമേറ്റീവ് ആൻഡ് എംപെരിക്കൽ 10 തവണയാണ് അത് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളതാണ്. അതൊരു ഹൈ എൽഡിങ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 വാട്ട് ഈസ് പൊളിറ്റിക്സ് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് പവർ 8 തവണ വന്നിട്ടുണ്ട്. ജൂൺ 2025 വന്നിട്ടുള്ളതാണ്. ഒരു ഹൈ എൽഡിങ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ലിബറൽ 9 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 മാർക്സിസ്റ്റ് ഒരു 11 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളതാണ്. ഹൈ എൽഡിങ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 കൺസർവേറ്റീവ് 8 തവണയാണ് അത് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ള ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഫെമിനിസ്റ്റ് അതൊരു 8 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ള ഒരു ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 പോസ്റ്റ് മോഡേൺ ആൻഡ് 9 തവണയാണ് അത് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ദി ഐഡിയ ഓഫ് ഡെമോക്രസി 9 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഡെമോക്രസി റെപ്രസെന്റേഷൻ അക്കൗണ്ടബിലിറ്റി 4 തവണയാണ് അത് വന്നിട്ടുള്ളത്. ഡിസംബർ 2023 വന്നിട്ടുള്ളത്. ഒരു മീഡിയം എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആൻഡ് ഇറ്റ്സ് ലിമിറ്റ്സ് 4 തവണയാണ് അത് വന്നിട്ടുള്ളത്. ജൂൺ 2025 വന്നിട്ടുള്ളത്. അതൊരു മീഡിയം എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസന്റ് 6 തവണയാണ് അത് വന്നിട്ടുള്ളത്. ജൂൺ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 ഡെമോക്രസി ആൻഡ് സിറ്റിസൺഷിപ്പ് 4 തവണയാണ് അത് വന്നിട്ടുള്ളത്. ജൂൺ 2025 വന്നിട്ടുള്ളത്. ഒരു മീഡിയം എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ അതിനകത്ത് ഈ പറയുന്ന പോലെ ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തത്. മീഡിയം എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ യെല്ലോ കളറിലും ലോ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ അല്ലെങ്കിൽ ബ്ലൂ കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള യൂണിറ്റ് ബൈ ഫ്രീക്വൻസി ഓവർവ്യൂവിൽ നോക്കുമ്പോൾ 5 റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് തോട്ട്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസവും ഏലിനേഷനും സോഷ്യലിസവും 11 തവണയാണ് അത് വന്നിട്ടുള്ളത്. അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി നോർമേറ്റീവ് എംപെരിക്കൽ ഹിസ്റ്റോറിക്കൽ 10 തവണ വന്നിട്ടുണ്ട്. ഐഡിയ ഓഫ് ഡെമോക്രസി പ്രൊസീജിയർ സബ്സ്റ്റാൻറ്റീവ് എലൈറ്റ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ 9 തവണ വന്നിട്ടുണ്ട്. പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് ഫൊക്കാൾട്ട് ലയോഡ് ഡെറിഡിയ അതേപോലെ തന്നെ ലാക്ലുമോഫി ഈ പറയുന്ന പോലെ അത് 9 തവണ വന്നിട്ടുണ്ട്. ലിബറൽ ഐഡിയോളജി ക്ലാസിക്കൽ മോഡേൺ നിയോ ലിബറലിസം ആൻഡ് വെൽഫെയറിസം 9 തവണയാണ് അത് വന്നിട്ടുള്ളത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് സെക്ഷനിലേക്ക് പോകും. അതായത് പ്രോബിലിറ്റി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അത്രയും ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ആൻസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ലേൺവൈസ് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാം. ലേൺവൈസിന്റെ ലേണേഴ്സിന് നമുക്ക് ഒരു 1 month മുന്നേ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൻസർക്ക് ലേൺവൈസ് ആപ്പിനകത്ത് ചെന്നാൽ കിട്ടുന്നതാണ്. വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി ടു അപ്രോച്ചസ് നോർമേറ്റീവ് ആൻഡ് എംപെരിക്കൽ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡിസ്കസ് ദ നോർമേറ്റീവ് ആൻഡ് എംപെരിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തിയറി. അടുത്ത political theory is dead. Discuss the revival of political theory. അടുത്തത് write a short note on historical approach in political theory. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത ടോപ്പിക് മാർക്സിസ്റ്റ് അതിനകത്ത് വന്നിട്ടുള്ളതാണ് എലോബറേറ്റ് അപ്പോൺ ദ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് ഏലിനേഷൻ. അടുത്ത് വന്നിട്ടുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എവല്യൂഷണറി ആൻഡ് റവല്യൂഷണറി സോഷ്യലിസം ഉട്ടോപ്പിയൻ ആൻഡ് സയന്റിഫിക് സോഷ്യലിസം. ആൻസർ ഈ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത വാട്ട് ഈസ് പൊളിറ്റിക്സ് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് പവർ അതിനകത്ത് വന്നിട്ടുള്ളതാണ് എക്സാമിൻ ദ റാൽഫ് മിലിബാറ്റ് വ്യൂസ് ഓൺ സ്റ്റേറ്റ്. അടുത്തത് വാട്ട് ഈസ് പൊളിറ്റിക്സ് എക്സ്പ്ലെയിൻ ക്രിട്ടിക്കലി എക്സാമിൻ വെബേഴ്സ് കോൺസെപ്റ്റ് ഓഫ് ലെജിറ്റിമസി. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത ലിബറൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത് ഹൈലൈറ്റ് ദ കീ കോൺട്രാക്ട്സ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ലിബറലിസം എലോബറേറ്റ് അപ്പോൺ ദ സെൻട്രൽ ടെനൻസ് ഓഫ് ലിബറലിസം. അടുത്തെന്ന് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വെൽഫെയറിസം ആൻഡ് നിയോ ലിബറലിസം. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത കൺസർവേറ്റീവ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എക്സാമിൻ എഡ്മണ്ട് ബ്രൂക്ക് ഓൺ കൺസർവേറ്റീവ് തിങ്കർ എക്സ്പ്ലെയിൻ ബ്രൂക്ക് ആൻഡ് ഒക്കോഷോട്ട്സ് വ്യൂസ് ഓഫ് കൺസർവേറ്റീവ്
കൺസർവേറ്റിസം. അടുത്തെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് പൊളിറ്റിക്കൽ കൺസർവേറ്റിസം, എക്സ്പ്ലെയിൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സിറ്റുവേഷണൽ കൺസർവേറ്റിസം. അടുത്തതെന്ന് പറഞ്ഞാൽ ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്ന് വന്നിട്ടുള്ളതാണ് ഡിസ്കസ് ദ പ്രൊസീജിയറൽ സബ്സ്റ്റാൻഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ഡെമോക്രസി, എക്സാമിൻ ദ ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ ഡെമോക്രസി ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എലൈറ്റ് തിയറി ഓഫ് ഡെമോക്രസി. ആൻസർ കീ ലേൺ വൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് വന്നിട്ടുള്ളതാണ് എനുമറേറ്റ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് ഇമ്പാക്ടിംഗ് ദ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, വാട്ട് ഈസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, എക്സ്പ്ലെയിൻ. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡെമോക്രസി ആൻഡ് ഡിസന്റ് നോട്ട് ഓൺ മാനിപ്പുലേറ്റഡ് കൺസെന്റ്. ആൻസർ കീ ലേൺ വൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് വന്നിട്ടുള്ളതാണ് ട്രേസ് ദ എവല്യൂഷൻ ഓഫ് ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ തിയറി, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എക്കോളജിക്കൽ വേവ്സ് ഓഫ് ഫെമിനിസം. ആൻസർ കീ ലേൺ വൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത പോസ്റ്റ് മോഡേൺ എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് വന്നിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ മൈക്കിൾ ഫൊക്കാൾട്ട് ഓൺ ദ പോസ്റ്റ് മോഡേൺ തിങ്കർ, എക്സാമിൻ ലിയോട്ടാർഡ് വ്യൂസ് ഓൺ പോസ്റ്റ് മോഡേണിസം. ആൻസർ കീ എന്ന് പറയുന്നത് ലേൺ വൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത ടോപ്പിക് ഡെമോക്രസി, റെപ്രസെന്റേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്ന് വന്നിട്ടുള്ളതാണ് ഡിസ്കസ് ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെപ്രസെന്റേഷൻ ഇൻ ദ ഡെമോക്രസി. ആൻസർ കീ ലേൺ വൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ്. അതായത് 2 ഫുൾ ആയിട്ടുള്ള മോക്ക് പേപ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണമെങ്കിൽ ലേൺ വൈസ് ആപ്പ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടാവുന്നതാണ്. സോ പ്രാക്ടീസ് സെറ്റ് എ ഹൈ പ്രോബിലിറ്റി പേപ്പർ 3 hours ആണ് ഉള്ളത്. അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് 5 questions ആണ്. 20 marks ആണ് ഓരോ ക്വസ്റ്റിനും വരുന്നത്. സെക്ഷൻ 1 question number 1 critically examine the revival of political theory in the late 20th century. Section 1 question number 2 discuss the Ralph Miliband views on state and evaluate their contemporary relevance. Question number 3 highlight the central tenets of modern liberalism and contrast it with the classical liberalism. Question number 4 explain the theory of historical materialism as central towards the Marxist political theory. Question number 5 write a short note on the following in 200 words each. A. Edmund Burke on conservatism. B. Critical conservatism in 20th century. Section 2 question number 6 write the short note on the following 200 words each. A. Ecological feminism. B. Third wave feminism. Question number 7 discuss the procedural and substantive dimensions of democracy. Question number 8 examine the Michael Foucault's contribution to the postmodern political thought. സെക്ഷൻ പ്രാക്ടീസ് സെറ്റ് ബി വരുന്നതെന്ന് പറയുന്നത് സർപ്രൈസ് റെഡി പേപ്പർ ആണ്. ടൈം അലോക്കേറ്റ് ചെയ്തത് 3 hours ആണ്. അറ്റൻഡ് ചെയ്യേണ്ടത് 5 questions ആണ്. 20 marksന്റെ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 1 ഡിസ്കസ് ദ നോർമേറ്റീവ് ആൻഡ് എംപിരിക്കൽ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തിയറി. ക്വസ്റ്റൻ നമ്പർ 2 ക്രിട്ടിക്കലി എക്സാമിൻ ദ വെബേഴ്സ് കോൺസെപ്റ്റ് ഓഫ് ലെജിറ്റിമേറ്റ് അതോറിറ്റി. ക്വസ്റ്റൻ നമ്പർ 3 എക്സ്പ്ലെയിൻ ദ ഇലക്ഷൻ സിസ്റ്റം ഇൻ ദ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം. ക്വസ്റ്റൻ നമ്പർ 4 എക്സാമിൻ ദ ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ ഡെമോക്രസി ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ. ക്വസ്റ്റൻ നമ്പർ 5 write a short note in 200 words each. A. Positivism. B. Historical approach in the political theory. Question number 6 write a short note in 200 words each. A. Kimlaka on minority rights. B എന്ന് പറയുന്ന manipulated consent. Question number 7 discuss the contemporary relevance of Marxism in the 21st century. Question number 8 examine the Lyotard arguments on the modification of knowledge. ആൻസർ ടൂൾ റൈറ്റിംഗ് കിട്ടി നോക്കാം. ഹൈ ലെവൽ ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നോക്കാം. സോ ഏതൊരു ആൻസർ എഴുതുമ്പോഴും അതൊരു 500 to 600 വേർഡ്സിലാണ് ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റൻ ആൻസർ എഴുതേണ്ടത്. ആ ആൻസറിനകത്ത് 3 പാർട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ 2-3 സെന്റൻസിനകത്ത് ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് കീ വേർഡുകളും കോൺസെപ്റ്റ്സുകളും നിങ്ങൾക്ക് കിട്ടും. ആ കോൺസെപ്റ്റ്സുകൾ വെച്ചിട്ട് അതിന്റെ സ്കോപ്പ് ഓഫ് ആൻസേഴ്സ് അല്ലെങ്കിൽ എന്താണ് അതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ബോഡി പാർട്ട് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ആ ക്വസ്റ്റ്യന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് എഴുതാം. അത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന്റെ ടോപ്പിക്സുകളും എസ്എൻഎഫിനകത്ത് വന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള സെനാരിയോസുകളും എക്സ്പ്ലെയിൻ ചെയ്യാം. കൺക്ലൂഡിംഗ് പോർഷനകത്ത് 2-3 സെന്റൻസ് കൊണ്ട് അതിന്റെ സിഗ്നിഫിക്കൻസോ ഇമ്പോർട്ടൻസോ റെലവൻസോ ഇംപ്ലിക്കേഷൻസോ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇങ്ങനെ ഒരു 3 പാർട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് ഉണ്ടായിരിക്കണം. ഇനിയൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും, ഡിസ്കഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ ആരാണ് ആ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിച്ചത്, എപ്പോ, എങ്ങനെയാണെന്നുള്ളത് എഴുതാം. അതിന്റെ കോർ ആയിട്ടുള്ള കമ്പോണൻസും അതിന്റെ സ്റ്റേജസും എഴുതുക. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എഴുതുക. ലിമിറ്റേഷൻസും ക്രിറ്റിസിസംസ് എഴുതുക. പോസ്റ്റ് മോഡേൺ പ്രാക്ടീസും റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസുകളും എഴുതുക. പിന്നെ ഡിസ്കഷൻ ആൻഡ് എക്സ്പ്ലെയിൻ വേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ഡിസ്കഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് കൊടുക്കാൻ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്ടീവ്സുകൾ, അതിന്റെ പ്രോസ് ആൻഡ് കൺസ്, ട്രേഡ് ഓഫ്സ് ഒക്കെ കൊടുക്കുക. എക്സ്പ്ലെയിൻ ടൈപ്പ് ആകുമ്പോൾ അവിടെ ഡെപ്തും ക്ലാരിറ്റിയും മനസ്സിലാക്കിയിട്ട് വേണം അത് കൊടുത്ത് ഇന്റർകണക്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പാത്ത് പിടിക്കാം. ഇനി ടൈം മാനേജ്മെന്റ് ഡൂയിങ് ദി എക്സാം ആണ്.
എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഫുള്ളായിട്ട് ഈ പറയുന്നത് പോലെ കോൺഫിഡൻറ്റോട് കൂട്ടിയിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് മൊത്തം വായിക്കാനായിട്ട് എടുക്കുക. ഒരു 30 മിനിറ്റ് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും ഒക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക ഒരു ആൻസർ എഴുതുമ്പോൾ. അതേപോലെ തന്നെ ഒരു 6 മിനിറ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കാനായിട്ട് എടുക്കുക, എന്തെങ്കിലും വേർഡുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട്. ഒരു 15 മിനിറ്റ് നിങ്ങൾ എഴുതിയ ആൻസർ മൊത്തത്തിൽ ഒന്ന് വായിക്കാനുള്ള ടൈം എടുക്കാം. അപ്പൊ ഈ പറയുന്ന പോലെ ഒരു 400 വേർഡ്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 400 വേർഡ്സിന് വരെ 800 വേർഡ്സ് എഴുതി കഴിവ് തെളിയിക്കുകയല്ല വേണ്ടത്, ക്വാളിറ്റി ആണ് നോക്കുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്. ഒരു 400 വേർഡ്സിനുള്ളിൽ എങ്ങനെ ആ ഉത്തരം എഴുതി എന്നുള്ളത് മാത്രമാണ് എക്സാമിനർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെ PYQയുടെ ബുക്ക്ലെറ്റുകൾ, പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺ വൈസിനെ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ എൻറോൾ ചെയ്യുക 7592939616 എന്ന നമ്പറിലേക്ക്. അടുത്ത ഇതിനകത്ത് എൻറോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും ഫുൾ ആയിട്ടുള്ള PYQയുടെ ബുക്ക്ലെറ്റുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സുകൾ, പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസുകൾ, മെന്റർ സപ്പോർട്ടുകളും ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലേൺ വൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് എക്കോ സിസ്റ്റത്തിലേക്കുള്ള എൻട്രി ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഈ താഴത്ത് കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 7592939616 എന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേൺ വൈസിന്റെ ടീം നിങ്ങളെ എൻറോൾ ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻസ്. ഇതുപോലുള്ള PYQയുടെ യൂട്യൂബ് വീഡിയോസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലേൺ വൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് എക്കോ സിസ്റ്റത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.